ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോണിസെഷൻ്റെ 4 ടൈപ്പ് കോണിസെഷൻ ഉണ്ടെന്ന് പഠിച്ചു. സർക്കിള്, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള. അതിലെ സർക്കിൾ നമ്മൾ ഇന്നലെ പഠിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് അടുത്ത കോണിസെഷനായ പരാബോള. നമ്മൾ രണ്ടാമത് എലിപ്സാണ് പറഞ്ഞത്, എങ്കിലും രണ്ടാമത് എടുക്കാൻ പോകുന്ന പരാബോളയാണ്. പരാബോള ഓർക്കുന്നുണ്ടല്ലോ, മാലയുടെ ഷേപ്പ് ഉള്ളത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം പരാബോള. ഇനി പരാബോള നമ്മൾ സർക്കിളിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് തുല്യ അകലത്തിൽ വരുന്ന പോയിന്റ്സിൻ്റെ ഒക്കെ കളക്ഷനാണ് സർക്കിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ പരാബോളയ്ക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഡെഫിനേഷൻ ആണ്, എ പരാബോള ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്രം എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പം പരാബോളയ്ക്ക് ഒരു ഫിക്സഡ് പോയിന്റ്, ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. ഒരു ഫിക്സഡ് പോയിന്റും ഉണ്ട്, ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. ഫിക്സഡ് പോയിന്റ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാകാം, മേളിലാകാം, റൈറ്റ്, മേളില്, ലെഫ്റ്റ്, താഴെ, ഇവിടെ വേണേലും ആകാം. നമുക്കത് നൽകാൻ ഇവിടെ വരയ്ക്കാം. ഫിക്സഡ് പോയിന്റ് ഇവിടെ, ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ. ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് തുല്യ അകലത്തിൽ വരുന്ന പോയിന്റ്സിന്റെ ഒക്കെ കളക്ഷൻ. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എടുത്താൽ ഈ ഡിസ്റ്റൻസും ഏകദേശം സെയിമാണ്. അപ്പം അങ്ങനെ ആ രണ്ട് ഡിസ്റ്റൻസും പോയിന്റിൽ നിന്നും ലൈനിൽ നിന്നും ഒരേ അകലത്തിൽ വരുന്ന പോയിന്റ്സിന്റെ ഒക്കെ കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മാല പോലെ ഇരിക്കും. ഒരു ഫിക്സഡ് പരാബോളയ്ക്ക് ഒരു ഫിക്സഡ് പോയിന്റും ഉണ്ട്, ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്രം എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. നിങ്ങൾ എവിടെ എടുത്താൽ ഈ പോയിന്റ് എടുത്താൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരൂടെ ഇങ്ങനെ കയറി വരണം. ഞാൻ ഇച്ചിരൂടെ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് പറഞ്ഞാൽ ഇച്ചിരൂടെ ഇങ്ങനെ കയറി വരണം. അപ്പം ഈ പോയിന്റ് എടുത്താൽ ഈ ഡിസ്റ്റൻസും ഏകദേശം സെയിമാണ്. ഒരു പോയിന്റ് പരാബോളയിൽ ഏത് പോയിന്റ് എടുത്താലും ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഇതാണ് പരാബോള. പരാബോള ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് ഫ്രം എ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ. ഫിക്സഡ് പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഫോക്കസ്. എഫ് ഫോക്കസ്. Fixed point is called focus, denoted by F. And fixed straight line is called this line. The fixed straight line is called directrix. Fixed point is called focus, F, denoted by F. Fixed straight line is called directrix. Then you have correct definitions. The line passing through focus and perpendicular to directrix. This focus is pass ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ലൈൻ നമുക്ക് നീട്ടി വരയ്ക്കാം. ഓൾറെഡി അവിടെ വരച്ചിട്ടുണ്ട്, നീട്ടി അങ്ങ് വരച്ചു. ആ ലൈനിന് പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ദ പരാബോള. ആക്സിസ് ഓഫ് ദ പരാബോള. പരാബോളയുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസിൽ കൂടി പോകും, ഈ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഈ ആക്സിസിന്റെ പരാബോളയുടെ ഇന്റർസെക്ഷൻ ഇല്ലേ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ആക്സിസ്. പരാബോള എന്ന് പറഞ്ഞാൽ ഈ കർവാ. ഈ കർവും ഈ ആക്സിസിന്റെ കൂടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. ആ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ് ഓഫ് ദ പരാബോള. അപ്പം ഫോക്കസ് ആയി ഫിക്സഡ് പോയിന്റ് അകത്ത് വരുന്ന ഈ ഫിക്സഡ് പോയിന്റ് ഫോക്കസ്. ഇനി ഒരു ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് ഡയറക്ട്രിക്സ്. ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻ ആക്സിസ്. ഈ ആക്സിസും പരാബോളയും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് വെർട്ടെക്സ്. ഇനി ഒരു സംഗതി ഉണ്ട്, ഫോക്കസിൽ കൂടി ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഫോക്കസിൽ കൂടി ആക്സിസ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻ സെഗ്മെന്റ്. ലൈൻ വരുമ്പോൾ അങ്ങ് നീണ്ടു പോകും. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ പരാബോള വരെ മതി. ഈ ലൈൻ സെഗ്മെന്റിന് പറയുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പരാബോളയുടെ ഫോക്കസ്, ഫിക്സഡ് പോയിന്റ്, ആ ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈൻ ഡയറക്ട്രിക്സ്, ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആക്സിസും പരാബോളയും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് വെർട്ടെക്സ്, ഫോക്കസിൽ കൂടി ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻ സെഗ്മെന്റ്, അതിന് പറഞ്ഞതാണ് ലാറ്റസ് റെക്റ്റം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, ഇത് ഫോക്കസ്, വെർട്ടെക്സ്, ഡയറക്ട്രിക്സ്, ഇത് ലാറ്റസ് റെക്റ്റം, ഇത് ആക്സിസ്, അത്രയും കാര്യങ്ങളുണ്ട്.
പരാബോളയെ സംബന്ധിച്ച് ആ ഡെഫിനേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം, ഓർത്തിരിക്കണം, എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പരാബോള നമ്മൾ പറഞ്ഞല്ലോ 4 പരാബോള ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 4 പരാബോള ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ വെർട്ടെക്സ് ഒറിജിൻ ആയിട്ട് വരുന്ന പരാബോളയാണ് നമുക്ക് പരാബോള വെർട്ടെക്സ് ഏത് പോകാം, അതിൽ ഒറിജിൻ വെർട്ടെക്സ് ആയിട്ട് വരുന്ന പരാബോളാണ് സ്റ്റാൻഡേർഡ് പരാബോളസ്. സ്റ്റാൻഡേർഡ് പരാബോളസ് ഒറിജിനാണ് വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. ബി എന്ന് പറഞ്ഞ ഒറിജിനാണ്. അപ്പോൾ 4 വരാം, മേളിലോട്ടോ താഴോട്ടോ ഇടതോട്ടോ വലത്തോട്ടോ ഏത് വേണേലും വരാം. 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് ദ പരാബോള 4 എണ്ണം ഉണ്ട്. 4 അങ്ങ് പറയാം. ഒന്നാമത്തേത് ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax. ഒരു പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax. അപ്പം അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ഷേപ്പ് അങ്ങ് ഓർത്തിരുന്നാൽ മതി. y സ്ക്വയർ ഈക്വൽ ടു 4ax വരുമ്പോൾ y സ്ക്വയർ വരുമ്പോൾ എക്സ് ആക്സിൻ്റെ അപ്പുറം ഇപ്പുറം ഒരുപോലെ ഇരിക്കും. y സ്ക്വയർ വരുമ്പം എക്സ് ആക്സിന് സിമെട്രിക് ആയിട്ട് വരും. y സ്ക്വയർ ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ നോക്കാം ഒരു എക്സ് അല്ലേ ഉള്ളൂ. y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് വരുമ്പോൾ എക്സ് ആക്സിൻ്റെ മുകളിലും താഴെ ഒരുപോലെ ഇരിക്കും. ഇതാണ് എക്സ് ആക്സ്. എക്സ് ആക്സിൻ്റെ മുകളിലും താഴെ ഒരുപോലെ ഇരിക്കും. അപ്പം എക്സ് ആക്സിൻ്റെ മുകളിലും താഴെ ഒന്ന് ഇതാണ് പരാബോള. ഇതാണ് പരാബോള. അപ്പോൾ ഫോക്കസ് ഇതിൻ്റെ അകത്ത് വരും. ഫോക്കസിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് എ എന്ന് എടുക്കാം. y കോർഡിനേറ്റ് ഓട്ടോമാറ്റിക്കലി 0 ആണ്. ഇതിൻ്റെ തുല്യ അകലത്തിലല്ലേ ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് അതേ ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എ ആ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇച്ചിരി മാറിപ്പോയി അല്ലേ, ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള പോയിന്റ് എ ആണെങ്കിൽ ഇങ്ങോട്ടൊരു മൈനസ് എ അല്ലേ വരുന്നത്. അപ്പം ഈ ഡയറക്ട്രിക്സിൻ്റെ ഈ പോയിന്റ് മൈനസ് എ വരും. ഇത് പ്ലസ് എ ആണെങ്കിൽ ഇത് മൈനസ് എ. ഡിസ്റ്റൻസ് സെയിം അല്ലേ, ഇത് ഒറിജിൻ 0 0. അപ്പോൾ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഈ ലൈനിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, മൈനസ് എ കൂടി പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഇപ്പോൾ പഠിച്ചത് എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇതാണ് y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ പരാബോള. y സ്ക്വയർ ഈക്വൽ ടു 4axന്റെ ഫോക്കസ് a0 ആണ്. y സ്ക്വയർ ഈക്വൽ ടു നമ്മൾ എക്സ് ആക്സിന്റെ മുകളിൽ തന്നെ. y സ്ക്വയർ എന്നാൽ y പോസിറ്റീവ് നെഗറ്റീവ്. y സ്ക്വയർ വന്നാൽ എക്സ് ആക്സിന്റെ 2 വശം ഒരുപോലെ. y സ്ക്വയർ വരും എക്സ് ആക്സിന്റെ 2 വശം ഒരുപോലെ. അപ്പോൾ എക്സ് ആക്സിന്റെ മുകളിലും താഴെയായിട്ട് വരും. ഇങ്ങനെ വരും പരാബോള. അപ്പോൾ അകത്ത് ഇത് ഒറിജിനാണ്, അകത്താണ് a0 ഫോക്കസ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മൈനസ് എ വരും. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax. നെഗറ്റീവ് 4ax വരുമ്പോൾ എളുപ്പമാണ്, നെഗറ്റീവ് വരുമെന്നേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു വരും, പരാബോള തിരിഞ്ഞു വരും. അപ്പം നമുക്ക് ഇത് എക്സ് ആക്സ് വൈ ആക്സ്. അപ്പോൾ നമ്മുടെ പരാബോള നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലാണ്. y സ്ക്വയർ വരുമ്പോൾ എക്സ് ആക്സിൻ്റെ മുകളിലും താഴെ ഒരുപോലെ ഇരിക്കും. നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് സൈഡിലാണെന്നേ ഉള്ളൂ, ഇങ്ങോട്ട് വരും പരാബോള. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഫോക്കസ്, പരാബോളയ്ക്ക് അകത്തല്ലേ ഫോക്കസ്. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ്, നെഗറ്റീവ് a0. അപ്പം ഡയറക്ട്രിക്സ് വരുമ്പോൾ പോസിറ്റീവ് ആവും. ഈ പോയിന്റ് ഇത് മൈനസ് ആയില്ലേ, ഇത് പ്ലസ് ആയി വരും. അപ്പം ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ആയി. ഇത് ഒറിജിൻ 0 0. എക്സ് ആക്സ് ഇത് വൈ ആക്സ്, ഇത് എക്സ് ആക്സ് ഇത് വൈ ആക്സ്. അപ്പം y സ്കോർ വരുമ്പോൾ ശ്രദ്ധിച്ചോണം, എക്സ് ആക്സിൻ്റെ മുകളിലും താഴെയായിട്ട് വരും. ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ല റൈറ്റിലേക്ക് വരും. y സ്കോർ വന്നാൽ ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്കോ അല്ല റൈറ്റിലേക്കോ ആയിരിക്കും പരാബോള. ഇനി ഇപ്പോൾ y സ്കോർ ഈക്വൽ ടു 4ax ഉണ്ട്, y സ്കോർ ഈക്വൽ ടു മൈനസ് 4ax ഉണ്ട്. ഇത് തിരിച്ച് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay-യും എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay-യും അടുത്ത് വരുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു പ്ലസ് 4ay. എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ ആക്സിന്റെ 2 സൈഡ് ഒരുപോലെ. പോസിറ്റീവ് ആയതിൻ്റെ പോസിറ്റീവ് സൈഡിലാണ് എക്സ് ആക്സ് വൈ ആക്സ്. എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ ആക്സിന്റെ 2 സൈഡും ഇടതും വലതും ഒരുപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ വരും, പോസിറ്റീവ് ആയിട്ട് മുകളിലോട്ടിരിക്കും. അപ്പോൾ ഫോക്കസ് അകത്താണ്. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് കോർഡിനേറ്റ് 0 കണ്ടോ, വൈ കോർഡിനേറ്റ് ആണ് എ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ മൈനസ് എ അല്ലേ. ഇവിടെ പക്ഷേ ശ്രദ്ധിക്കണം, എക്സ് അല്ല വൈ ആ, വൈയുടെ വാല്യൂ ആ. ഇവിടെ എയും ഇവിടെ മൈനസ് എയും. വൈ ഈക്വൽ ടു മൈനസ് എ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ ആക്സിൻ്റെ അപ്പുറം ഇപ്പുറം മൈനസ് ആയിട്ട് താഴുണ്ട്. എക്സ് ആക്സ് വൈ ആക്സ്, വൈ ആക്സ് ആയതുകൊണ്ട് താഴോട്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ട് വരും. നിങ്ങൾ ഫോക്കസ് നോക്കുക, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് പക്ഷേ മൈനസാണ്, 0 മൈനസ് ആയി വരും. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ് ഫോക്കസ്. ഫോക്കസ് അല്ല ഡയറക്ട്രിക്സ്. ഇതപ്പം പ്ലസ് ആയി വരും, അത് വൈ ആ. വൈ ഈക്വൽ ടു എ കൂടെ ആകുന്നു. ഇങ്ങനെ 4 സ്റ്റാൻഡേർഡ് ഇക്വേഷനുള്ള എല്ലാത്തിൻ്റെയും ഒറിജിൻ, വെർട്ടെക്സ് എന്ന് പറഞ്ഞ ഒറിജിനാണ്.
വൈ സ്കോർ വരുമ്പം എക്സ് ആക്സിന്റെ രണ്ട് വശം ഒരുപോലെ, പ്ലസ് ആണ് പോസിറ്റീവ് സൈഡിലും മൈനസ് ആണ് നെഗറ്റീവ് സൈഡിലും. എക്സ് സ്കോർ ഈക്വൽ ടു വരുമ്പം വൈ ആക്സിന്റെ രണ്ട് സൈഡ് ഒരുപോലെ, വൈ ആക്സിന്റെ രണ്ട് സൈഡ് ഒരുപോലെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് വരും. പോസിറ്റീവ് ആണെങ്കിൽ മേലോട്ട് വരും, നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരും. അപ്പോൾ ഇത് ഈ ഫിഗർ കിട്ടിയാൽ നിങ്ങൾക്കത് ഫോക്കസും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസും ഡയറക്ട്രിക്സും മാത്രം, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി 4 പരാബോളയ്ക്കും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട വെർട്ടെക്സ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ആക്സിസിന്റെ ഇക്വേഷൻ ആക്സിസ് ഏതാണെന്ന് ചോദിക്കും, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ചോദിക്കും, ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത്. ലാറ്റസ് റെക്റ്റം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ ലൈനിന്റെ ലെങ്ത് ഫോക്കസിൽ കൂടി ആക്സിസിന് പെർപെൻഡിക്കുലർ. ശ്രദ്ധിക്കാം, ഇവിടെ വൈ സ്കോർ വരുമ്പോൾ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. നമുക്ക് ആക്സിസ് വരുമ്പോൾ എക്സ് ആക്സിസ് അല്ലേ, വൈ സ്കോർ വരുമ്പോൾ എക്സ് ആക്സിസ് ആണ്, എക്സ് സ്കോർ വരുമ്പോൾ വൈ ആക്സിസ് ആണ്. ഇനി നമുക്ക് ഒരു ടേബിൾ വരയ്ക്കാം, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. പരാബോള, നാല് പരാബോള ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 4 പരാബോള. ആദ്യത്തേത് വൈ സ്കോർ ഈക്വൽ ടു 4ax. അതിന്റെ ഗ്രാഫും കൂടെ വരച്ചിരിക്കണം, എഴുതാൻ എളുപ്പമുണ്ട്. വൈ സ്കോർ എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിസ് ആണ്, ഇത് പ്ലസ് ആയതുകൊണ്ട് എക്സ് ആക്സിന്റെ അപ്പുറം ഇപ്പുറം ഇതുപോലെ ഒന്നത്. അടുത്ത വൈ സ്കോർ ഈക്വൽ ടു -4ax. -4ax വരുമ്പം എക്സ് ആക്സിന്റെ അപ്പുറം ഇപ്പുറം തന്നെ നെഗറ്റീവ് വരും. അടുത്തത് എക്സ് സ്കോർ ഈക്വൽ ടു 4ay. എക്സ് സ്കോർ ഈക്വൽ ടു 4ay വരുമ്പോഴത്തേക്കും എക്സ് ആക്സിന്റെ അപ്പുറം ഇപ്പുറം മുകളിലോട്ട് വരും. എക്സ് സ്കോർ ഈക്വൽ ടു വരുമ്പോൾ വൈ ആക്സിന്റെ അപ്പുറം ഇപ്പുറം വരും. വൈ ആക്സിന്റെ രണ്ട് സൈഡ് ഒരുപോലെ വരണം, മുകളിലോട്ട് വരും. ഇനി എക്സ് സ്ക്വയർ ഈക്വൽ ടു -4ay. -4ay വരുമ്പോഴത്തേക്കും താഴോട്ട് ഇരിക്കും. എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ ആക്സിന്റെ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കണം, വൈ സ്ക്വയർ വരുമ്പോൾ എക്സ് ആക്സിന്റെ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കണം. വൈ സ്ക്വയർ വരുമ്പോൾ എക്സ് ആക്സിസ് ആണ്, എക്സ് സ്ക്വയർ വരുമ്പോൾ വൈ ആക്സിസ് ആണ്. ശ്രദ്ധിച്ചോണം. നമുക്ക് വെർട്ടെക്സ് വേണം, ഫോക്കസ് വേണം, ആക്സിസ് വേണം. വെർട്ടെക്സ്, ഫോക്കസ്, ആക്സിസ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത്, ലാറ്റസ് റെക്റ്റത്തിലെ ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ മതി. വെർട്ടെക്സ്, ഫോക്കസ്, ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇതിന് ഫോക്കസും ഡയറക്ട്രിക്സും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ കോമൺ. എല്ലാത്തിനെയും വെർട്ടെക്സ് ഒറിജിനാണ്. നമ്മൾ പറഞ്ഞ 0 ആണ് വെർട്ടെക്സ്. ഈ ഒരു കോളം പഠിച്ചാൽ നിങ്ങൾക്ക് പരാബോളയുടെ ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. ഫോക്കസ് 0 അല്ല, വെർട്ടെക്സ് 0. ഫോക്കസ് നോക്കാം. ഇതിന്റെ ഫോക്കസ് എല്ലാത്തിനും ഫോക്കസിന്റെ എയുമായിട്ടാണ് കണക്റ്റഡ്. ശ്രദ്ധിച്ചോ, ഇവിടെ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്താണ്, ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഉണ്ട്, അത് എ. വൈ കോർഡിനേറ്റ് ഇല്ല, 0. ഇവിടെ വരുമ്പോഴത്തേക്കും എ ആണെങ്കിലും ലെഫ്റ്റ് സൈഡില നെഗറ്റീവിലായതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് -a വരും, വൈ കോർഡിനേറ്റ് 0. ഇവിടെ നോക്കാം, ഇവിടെ ഫോക്കസ് വരും മേളിലാണ്. മേളിൽ വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 0. വൈ ഉണ്ട്, അത് എ. ഇവിടെ വരുമ്പോഴത്തേക്കും വൈ ആക്സിസ് വരുമ്പോഴും എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് പക്ഷേ നെഗറ്റീവ്. അതാണ് നമുക്ക് ആക്സിസ്. ഇതിന് രണ്ടിലും ആക്സിസ് എക്സ് ആക്സിസ് ആണ്. വൈ സ്കോർ വരുമ്പോൾ എക്സ് ആക്സിസ് ആണ്, എക്സ് സ്കോർ വരുമ്പോൾ വൈ ആക്സിസ്. വൈ സ്കോർ വരുമ്പോൾ എക്സ് ആക്സിസും എക്സ് സ്കോർ വരുമ്പോൾ വൈ ആക്സിസും. ഈ ഫോക്കസ് അല്ല ഡയറക്ട്രിക്സ്. ഫോക്കസ് കിട്ടിയ ഡയറക്ട്രിക്സ് എല്ലാം എളുപ്പമാണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് എ അല്ലേ, ഡയറക്ട്രിക്സ് ഓപ്പോസിറ്റ് വരും. ഇവിടെ എക്സ് എ ആകുമ്പോൾ എക്സ് = -a വരും. ഇത് എക്സ് -a വരുമ്പോൾ എക്സ് = +a വരും. ഇത് വൈ ആണെങ്കിൽ അപ്പം y = -a വരും. ഇത് y -a അപ്പം y = +a. ഫോക്കസിന്റെ നേരെ ഓപ്പോസിറ്റ് വരും ഡയറക്ട്രിക്സ്. അത് എഴുതാൻ എളുപ്പം. പിന്നെ ലാറ്റസ് റെക്റ്റം എല്ലാത്തിൻ്റെയും വൈ സ്കോർ = 4ax -4ax എന്താണെങ്കിലും 4a വെച്ച് കണക്റ്റഡ് അല്ലേ. എല്ലാത്തിൻ്റെയും ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് 4a ആണ്. ഏത് പരാബോള വന്നാലും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഓൾവേസ് 4a.
ഇവിടെ വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത് ഫോക്കസും ഡയറക്ട്രിക്സും. ഫോക്കസ് അറിയാവുന്നവർക്ക് ഡയറക്ട്രിക്സ് എഴുതാം. പിന്നെ ആക്സിസ് മാത്രം രണ്ടെണ്ണത്തിന് എക്സും രണ്ടെണ്ണത്തിന് വൈയും. അത് ഓർത്ത് ഈ ടേബിൾ പഠിക്കണം. ഈ ടേബിൾ മനസ്സിലാക്കി പഠിക്കുക. ശരിക്കും കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ടത് പ്രോബ്ലം ചെയ്യുന്നത് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോബ്ലം കൂടി ചെയ്യാം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാവേ. ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടെക്സ്, ഫോക്കസ്, പിന്നെ ഫൈൻഡ് ഇക്വേഷൻ, ഫൈൻഡ് ആക്സിസ്, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. നമ്മുടെ കോളത്തിൽ എഴുതിയ എല്ലാ സംഗതികളും ഫോക്കസ്, വെർട്ടെക്സ്, ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം, ഡയറക്ട്രിക്സ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യത്തെ പരാബോള എന്ന് പറഞ്ഞാൽ x square equal to 6y. x square equal to 6y ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ. അതിൽ നമ്മൾ എ കണ്ടുപിടിച്ചാൽ നമുക്ക് എല്ലാം എഴുതാം. എക്സ് സ്കോർ ഈക്വൽ ടു നമ്മുടെ സൈഡിൽ ഒരു ഫിഗർ വരയ്ക്കാൻ എളുപ്പമുണ്ട്. എക്സ് സ്കോർ വരുമ്പോൾ വൈ ആക്സിസ് ആണ് പോസിറ്റീവ് വരെ. എക്സ് സ്കോർ ഈക്വൽ പോസിറ്റീവ് ആയിട്ട് വൈ ആക്സിന്റെ അപ്പുറം ഇപ്പുറം വരാം. വൈ ആക്സ് ഇതാ വൈ ആക്സ്. വൈ ആക്സിന്റെ രണ്ട് സൈഡിൽ നിന്ന് ഒന്നെങ്കിൽ മുകളിലോട്ട് വന്നാൽ അല്ലെങ്കിൽ താഴോട്ട് വരണം. പോസിറ്റീവ് ആയതിന് മുകളിലോട്ട് വരും. ഇതാണ് നമ്മുടെ പരാബോള. എക്സ് സ്കോർ വരുമ്പോൾ വൈ ആക്സിസ് ആണ് എടുക്കേണ്ടത്. അതിന്റെ അപ്പുറം ഇപ്പുറം ഒന്നെങ്കിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്. പോസിറ്റീവ് ആയതിന് മുകളിലോട്ട്, നെഗറ്റീവ് ആയതിന് താഴോട്ട്. പിന്നെ ഫോക്കസ് ഇവിടെ വരും. ഫോക്കസ് എന്ന് പറയുന്നത് 0A വരും. ഫോക്കസ് 0A ആണ്. എ കണ്ടുപിടിച്ചാൽ മതി. ഫോക്കസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്ട്രിക്സ് ഒക്കെ എഴുതാം. ഫോക്കസ് 0Aയും ഡയറക്ട്രിക്സ് y ഈക്വൽ ടു -. ഫോക്കസ് 0A വന്ന വൈയുടെ സന്ധല്ലേ, y ഈക്വൽ ടു -A ഡയറക്ട്രിക്സ്. അത്രയും ഓർത്താൽ മതി. ഇനി നമുക്ക് നോക്കാം. ഇത് പേര് ഫോമുല ഇക്വേഷൻ ഓഫ് ദ ഫോം x square equal to 4ay. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുക. x square equal to plus 4ay ഫോമുല. അപ്പം നമുക്ക് കിട്ടും therefore 4ay എന്ന് പറയുന്നത് 6y. 4ay equal to 6y. അപ്പോൾ y കണ്ടുപിടിക്കാം. y അല്ല നമുക്ക് a കണ്ടുപിടിക്കണ്ടേ. a equal to 6y by 4y. y വെട്ടിപ്പൊക്കോളും. 6ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3/2 വരും. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എഴുതി. എ കിട്ടി. x square equal to 4ay ഫോമിലാണ്. 4ayക്ക് 6y എന്ന് കൊടുക്കാം. എ കണ്ടുപിടിക്കാം. 3/2 വരും. ഇനി വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ നോക്കിയാൽ മതി 0A. അത് 0Aയുടെ വാല്യൂ 3/2 കണ്ടോ. ഇനി ആക്സിസ് നോക്കാം. കണ്ടോ, വൈ ആക്സിസ്. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഈസ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു -. അതായത് y ഈസ് ഈക്വൽ ടു -3/2. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ ഇവിടെ ഈക്വൽ ടു എന്ന് എഴുതുന്നത് ഈസ്. ഇക്വേഷൻ ഈസ് y ഈക്വൽ ടു -3/2. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന 4a. 4 × 3/2. എയുടെ വാല്യൂ 3/2 അല്ലേ. 4ഉം 2ഉം കൂടെ വെട്ടി 2 വരും. 2 × 3 6 വരും. എല്ലാത്തിനും ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും 4ay എന്നല്ലേ. അതാണ് ലാറ്റസ് റെക്ടം എപ്പോഴും വരുന്നത്. അപ്പോൾ നമുക്ക് 4 × 3/2 വരുമ്പോൾ 6 കിട്ടും. അപ്പം എല്ലാ കാര്യങ്ങളും ആയി. വളരെ എളുപ്പമാണ്. ഓക്കെ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. y square equal to -8x. y square equal to -8x. y square equal to -8x. അപ്പോൾ നമുക്ക് y square വരുമ്പോൾ x ആക്സിസിന്റെ അപ്പുറം ഇപ്പുറം. അപ്പോൾ നമുക്ക് y square വരുമ്പോൾ x ആക്സിസ് എടുക്കണം. x ആക്സിസിന്റെ അപ്പുറം ഇപ്പുറം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ വരും. നെഗറ്റീവ് 8x വരുമ്പോൾ ഇടത് സൈഡിൽ വരും, നെഗറ്റീവ് സൈഡിൽ വരും. അപ്പോൾ ഫോക്കസ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. x കോർഡിനേറ്റ് -aയും y കോർഡിനേറ്റ് 0 വരും. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ന് പറയുമ്പോൾ +a വരും. x ആണ്. x അല്ലേ ഇവിടെ -a. ഇവിടെ x +a വരും. x +a വരും. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ഫോം y square equal to - ഉണ്ട് -4ax ഫോമുല. ഇക്വേഷൻ ഓഫ് ദ ഫോം y square equal to -4ax ഫോം. അപ്പോൾ നമുക്ക് -4ax equal to -8x കിട്ടി. അപ്പം a equal to -8x. ഇവിടെ -4 ഇൻറ്റു ആ, ഇവിടെ എല്ലാം പ്രോഡക്റ്റ് ആവും. നമ്മളിപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ബൈ -4x പ്രോഡക്റ്റ് ആയിരുന്നു. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷനാണ്. അപ്പോൾ a equal to -8x by -4 വരും. മൈനസ് പൊക്കോളും, എക്സ് വെട്ടിപ്പൊക്കോളും. 4ഉം 8ഉം കൂടെ വെട്ടുമ്പോൾ 2 വരും ആൻസർ.
എ എപ്പോഴും പോസിറ്റീവായി വരുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. എ ഈക്വൽ ടു 2. ഇനി വെർട്ടെക്സ് 0 0. ഫോക്കസ് -a 0 ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് -a 0, അതായത് -2 0 ഉണ്ടോ. ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ x ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നോക്കുക. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x = a ആണ്. x = a, അതായത് x = a എന്ന് പറഞ്ഞാൽ 2. x = 2. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റ് എപ്പോഴും 4a ആണ്. 4 × a എന്ന് പറഞ്ഞാൽ 2, 8 വരും കേട്ടോ. ഇവിടെ 8 അല്ലേ, വളരെ എളുപ്പം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് തിരിച്ച് ഇവിടെ ഇപ്പൊ ഇക്വേഷൻ വന്നിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കരുത്. ഇനി തിരിച്ച് ഇതിന്റെ എന്തെങ്കിലും തരും, പരാബോളയുടെ എന്തെങ്കിലും സംഗതികൾ തരും, 2 കാര്യങ്ങൾ തരും, അത് വെച്ച് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് പരാബോളസ് ഫോളോയിങ് പരാബോളസ്. ഫോക്കസ് 6 0. ഡയറക്ട്രിക്സ് x = -6. ഫോക്കസ് 6 0യും ഡയറക്ട്രിക്സ് x = -6. അപ്പൊ നോക്കാം, നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഫിഗർ വരയ്ക്കാം. ഫോക്കസ് 6 0 അല്ലേ. 6 0 എവിടെയാണ് കിടക്കുന്നത്? 6 0 എന്ന് പറയുമ്പോൾ x ആക്സിസ് വരും. 6 0 ഇത് ഫോക്കസ് വരണം. അപ്പം പരാബോള ഫോക്കസ് കിട്ടിയ പരാബോള വരയ്ക്കാൻ വരെ. ഇതാ പരാബോള. x = -6, ഇത് -6, ഇത് ഡയറക്ട്രിക്സും വരും. അപ്പം ഇക്വേഷൻ പെട്ടെന്ന് ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ്, ഈ പരാബോളയുടെ ഇക്വേഷൻ എന്നാ നോക്കുക. ആക്സിസ് x ആക്സിസ് ആണ്. x ആക്സിസ് വരുമ്പോൾ പരാബോള തുടങ്ങുന്ന y സ്ക്വയർ x ആക്സിസ് വരുമ്പോൾ പരാബോള y സ്ക്വയർ പോസിറ്റീവ് സൈഡിലല്ലേ. y സ്ക്വയർ വരുമ്പോൾ പോസിറ്റീവ് മതി. 4a y സ്ക്വയർ വരുമ്പോൾ പിന്നെ x മതി. ഇതാണ് നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് y സ്ക്വയർ = 4ax. ഇനി a കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. a കണ്ടുപിടിക്കാൻ ഫോക്കസ് വന്നിട്ടില്ലേ. ഫോക്കസ് ഇവിടെ a0 ഫോർമുല. a0 എന്നുള്ളത് 6 0 എന്ന് വന്നിട്ടുണ്ട്. 6 0 എന്ന് വരുമ്പോൾ a0 എന്ന് എടുക്കുക. -6 0 എന്നാണെങ്കിൽ -a0 എന്ന് എടുക്കുക. അപ്പോൾ a0 ആണ്. അപ്പോൾ a കിട്ടി. a = 6. അപ്പോൾ ഇക്വേഷൻ 1ലേക്ക് a യുടെ വാല്യൂ കൊടുത്താൽ മതി. ഇക്വേഷൻ ഓഫ് ദ പരാബോള കണ്ടുപിടിക്കാനായിട്ട് y സ്ക്വയർ = 4 × 6 × x, അതായത് y സ്ക്വയർ = 24x. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ ഓഫ് ദ പരാബോള. വളരെ സിമ്പിളാണ്. ഇത് രണ്ടും കിട്ടിയാൽ നിങ്ങൾ പരാബോള വരച്ചിട്ട് ഇക്വേഷൻ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഫോക്കസ് ഉപയോഗിച്ച് a കണ്ടുപിടിക്കുക. ആ a യുടെ വാല്യൂ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരാബോളയുടെ ഇക്വേഷനായി. വെരി ഈസി. ഞാൻ പറഞ്ഞില്ലേ പരാബോള വളരെ എളുപ്പമാണ്. സർക്കിളേ ഉള്ള അതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോക്കസ് 0 -3 വെർട്ടെക്സ് 0 0. ഫോക്കസ് 0 -3 വെർട്ടെക്സ് 0 0. ഈ ഫോക്കസ് നിങ്ങൾ ഓർമ്മ ഫോക്കസ് മാത്രം തന്നാൽ പോരെ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്നെങ്കിൽ ഫോക്കസും വെർട്ടെക്സും തരുന്നത്. വെർട്ടെക്സ് 0 0 പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഫോക്കസും ഡയറക്ട്രിക്സും ഇല്ല. ഫോക്കസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡയറക്ട്രിക്സ് എങ്കിൽ വെർട്ടെക്സ് നടക്ക് വരും, 0 0 വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ 2 സംഗതി. ശരിക്കും നമുക്ക് ഒരു കാര്യം ഫോക്കസ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഫോക്കസ് 0 -3. നിങ്ങൾ 0 -3 അടയാളപ്പെടുത്തുക. x 0യും y -3 ആണ്. x 0യും y -3 ഇവിടെ വരും കേട്ടോ. 0 -3 ഇത് വരണമെങ്കിൽ പരാബോള താഴോട്ടിരിക്കണം. പരാബോള താഴോട്ടിരിക്കുമ്പോൾ പരാബോളയുടെ ആക്സിസ് y ആക്സിസ് ആണ്. ആക്സിസ് y ആക്സിസ് വരുമ്പോൾ ഇക്വേഷൻ x സ്ക്വയറിൽ തുടങ്ങും. y ആക്സിസ് വരുമ്പോൾ ഇക്വേഷൻ x സ്ക്വയറിൽ തുടങ്ങും. ഈക്വൽ ടു താഴേക്ക് നെഗറ്റീവിലായതുകൊണ്ട് നെഗറ്റീവ് വരും. 4a കഴിഞ്ഞ് x സ്ക്വയർ വരുമ്പോൾ y വരും. ഇവിടെ x സ്ക്വയർ വന്നാൽ റൈറ്റ് സൈഡിൽ y വരും. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ പരാബോള. പരാബോളയുടെ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി a കണ്ടുപിടിച്ചാൽ മതി. a കണ്ടുപിടിക്കാണ്ട് ഫോക്കസ് ഉപയോഗിക്കാം. ഫോക്കസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് 0 - a ഫോർമുല. 0 - a ഫോർമുല ആണ് തന്നേക്കുന്നത്. അതായത് 0 -3. അപ്പം -a = -3 വരും. a = 3 വരും. -a = -3 ആണെങ്കിൽ a = 3 അല്ലേ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുക. x square = -4 × 3 × y, അതായത് x square = -12. ഇതാണ് നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ. ഓക്കെ. ഇനി അടുത്ത ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്രയും പെട്ടെന്ന് കിട്ടത്തില്ല.
എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നോക്കാം. വെർട്ടെക്സ് 0 0, വെർട്ടെക്സ് 0 0, പാസിംഗ് ത്രൂ 5 2. ഫോക്കസോ ഒന്നുമല്ല, പരാബോളയിലെ ഒരു പോയിന്റ് ആണ് നിൽക്കുന്നത്. പാസിംഗ് ത്രൂ 5 2 ആൻഡ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്. സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് എന്ന് വെച്ചാൽ പരാബോളയുടെ ആക്സിസ് y ആക്സിസ് ആണ്. പരാബോളയുടെ ആക്സിസ് y ആക്സിസ് വരണമെങ്കിൽ പരാബോള ഒന്നെങ്കിൽ y ആക്സിസ് വരണം, y ആക്സിന് അപ്പുറം ഇപ്പുറം ഒരുപോലെ ഇരിക്കണം. ഒന്നെങ്കിൽ മേളിലോട്ടിരിക്കണം, അല്ലെങ്കിൽ പരാബോള താഴോട്ടിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ്. പരാബോള എന്ന് പറയുന്ന പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, കാരണം സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആയതുകൊണ്ട് ഇതിലേതെങ്കിലും ഒന്ന്, അതായത് വൈസ് മേളിലോട്ടിരിക്കുന്നത് ഇവിടെ y ആക്സിസ് അല്ലേ, x² = 4ay ഓർ x² = -4ay. ഇതിലേതോ ഒരെണ്ണമാണ്, ഇതിലേതോ ഒരെണ്ണം. അപ്പം പരാബോളയുടെ ആക്സിസ് y ആക്സിസ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഈ പരാബോള അല്ലെങ്കിൽ ഈ പരാബോള. അതായത് x² = y ആക്സിസ് വരുമ്പോൾ x² അല്ലേ, x² = 4ay അല്ലെങ്കിൽ x² = -4ay. ഇനി ഇതിലേതാന്ന് നോക്കാനായിട്ട് അതിന് വേറൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? 5 2. എക്സ് ആക്സിലെ 5 2ൽ കൂടി പോകുന്നു. എക്സ് ആക്സിലെ ഇത് നമുക്ക് 5 എന്ന് എടുക്കാം, ഇത് 2 എന്ന് എടുത്താൽ 5 2 എന്ന് പറയുമ്പോഴത്തേക്കും 5 2 കൂടെ ഒരു പോയില്ല. അപ്പോൾ 5 2ൽ കൂടി പോകുന്ന പരാബോള ഏതാ? സിൻസ് ദിസ് പരാബോള പാസ് ത്രൂ 5 2. 5 2 മേളിലാണ്, ഈ പരാബോള താഴെയാണ്. 5 2ൽ കൂടി പോകുന്നുണ്ട്. സിൻസ് ദ പരാബോള പാസ് ത്രൂ 5 2, ഇക്വേഷൻ ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് x² = 4ay ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പരാബോളയുടെ ആക്സിസ് y ആക്സിസും ആണ്, കൂടാതെ 5 2ൽ കൂടി പോകുന്നുണ്ട്. y ആക്സിസും ആണ്, 5 2ൽ കൂടി പോകുന്നുണ്ട്. 5 2 മേളിലായതുകൊണ്ട് പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആദ്യത്തെ പരാബോള y² = x² = 4ay. അത് കിട്ടി. എ കണ്ടുപിടിച്ചാൽ പോരെ. എ കണ്ടുപിടിക്കാനായിട്ട് പരാബോളയിൽ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ലേ? സിൻസ് പരാബോള പാസ് ത്രൂ 5 2, പുട്ട് x = 5 y = 2. ഫോക്കസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പരാബോളയിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 5 2. എക്സിന് വരെ 5 കൊടുക്കാം, വൈക്ക് വരെ 2 കൊടുക്കാം. ഇതിനകത്ത് കൊടുത്താൽ മതി. 5² = 4 × a × 2. 25 = 4 × 2 8a. അതായത് 8a = 25. അപ്പോൾ a കിട്ടി 25/8. എയുടെ വാല്യൂ കിട്ടിയില്ലേ? എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ പോരെ. ഇക്വേഷൻ നമ്പർ 1ലേക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ ഓഫ് ദ പരാബോള ഈസ് x² = 4 × a 25/8 × y. 8ഉം 24ഉം കൂടെ വെട്ടിയാൽ x² = 25/2 വരും. 25/2y. ഇതാണ് പരാബോളയുടെ ഇക്വേഷൻ. വേണേ 2 ഇത്ര കൊണ്ടുവരുന്നത് 2x² = 25y എന്ന് വേണമില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പരാബോളയുടെ ആക്സിസ് y ആക്സിസ് ആണ്. ഇത് രണ്ടിലേക്കുള്ളൂ. 5 2ൽ കൂടെ പോകുന്നുണ്ട്. 5 2 ഒന്ന് അടയാളത്തിൽ നോക്കുക. മേളിൽ വരണമെങ്കിൽ ഈ പരാബോള വരണം. x² = 4ay വരണം. ഇനി എ കണ്ടുപിടിച്ചാൽ മതി. എ കണ്ടുപിടിക്കാനായിട്ട് ഫോക്കസ് ഒന്നും തന്നിട്ടില്ല. പകരം പരാബോളയിൽ ഒരു പോയിന്റ് തന്നിട്ടില്ല 5 2. അപ്പം പരാബോളയിലെ ഇക്വേഷൻ എക്സിന് പകരം 5ഉം വൈക്ക് പകരം 2ഉം കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ നമുക്ക് 25/8 കിട്ടി. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനായി. ഇക്വേഷൻ നമ്പർ 1ലേക്ക് എയുടെ വാല്യൂ കൊടുത്താൽ മതി. x² = 4 × 25/8 × y. സിമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ പരാബോളയെ സംബന്ധിച്ചുള്ളൂ. വളരെ എളുപ്പമാണ്. നിങ്ങളത് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ക്ലാസ് നിർത്താം. താങ്ക് യു.